ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആൻഡ് നല്ല ഇതുപോലെ ലൂസായിട്ടുള്ള കേസരീൻ്റെ റെസിപ്പിയാണ്. ഈ കേസരി നമുക്ക് ശരവണ ഭവൻ അങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ ഇത് തമിഴ് ബ്രാഹ്മിൺ സ്റ്റൈൽ ഒരു കേസരിയാണ്. ഇത് എത്ര സമയമായാലും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ലൂസായിട്ട് തന്നെ ഈ കേസരി ഇരിക്കും. ഇത് നമുക്ക് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് 1 ടീസ്പൂൺ അളവിന് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുന്തിരിയും കുറച്ച് കാഷ്യൂ നട്ടുമാണ് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല കാഷ്യൂ നട്ടൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് 1 ടീസ്പൂണും കൂടെ നമുക്ക് അധികം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് അളവിന് റവയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ റവേനെ നമുക്ക് നന്നായിട്ടൊന്ന് ഈ നെയ്യിലിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ റവ റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ റോസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്നത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഫ്ലേവർ വന്ന് മാറാൻ പാടില്ല. ചെറിയൊരു നമുക്ക് കരിഞ്ഞു പോകുന്നതോ അങ്ങനത്തെ ഫ്ലേവർ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ കേസരിയുടെ ടേസ്റ്റ് പോവും. ഇപ്പോൾ ഇതും നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതേ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ റവ അളന്നെടുത്തത് 1 ഗ്ലാസ്സിന് 3 ഗ്ലാസ് അളവിന് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. അതാണ് ആ ലൂസായിട്ട് വരുന്ന കൺസിസ്റ്റൻസിയുടെ അളവ്. അല്ല, നമുക്ക് ഇത്രയും ലൂസായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാടങ്ങ് നമുക്കത് മത്ത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് നമ്മൾ നെയ്യ് തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു മത്ത് തോന്നും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ലൂസായിട്ട് ഇരിക്കുകയും ചെയ്യും, ഒരുപാട് നമുക്ക് മത്ത് തോന്നത്തുമില്ല. ഇതിൽ 2 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിന് കേസരി കളറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇല്ല, കേസരി കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ആയാലും ചേർത്ത് കൊടുക്കാം, കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്. ഇപ്പം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന റവേനെ നമുക്കിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഇപ്പം പെട്ടെന്ന് തന്നെ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ലംപ്സ് ഒന്നും ഫോം ആവാതിരിക്കും. നല്ല ലൂസായിട്ട് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, നല്ലപോലെ തന്നെ നമുക്ക് അത് ഇളകി വന്നോളും. ഉടനെ തന്നെ ഇട്ടിട്ട് നമ്മളത് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി വന്നോളും, ഒരുപാട് സമയമൊന്നും ഇത് എടുക്കത്തില്ല. ഈ സമയം കൊണ്ട് റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. ഇപ്പോൾ കണ്ടാൽ അറിയാം നമുക്ക് റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇപ്പോൾ നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെയാണ് നമ്മൾ പഞ്ചസാരയും എടുക്കുന്നത്. അത് മെഷർമെൻറ്റ് തെറ്റിപ്പോകാതെ നോക്കണം. നന്നായിട്ട് മധുരം ഇഷ്ടമുള്ളവർക്ക് നമുക്ക് 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം 1 കപ്പ് റവയ്ക്ക്. കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് 1 കപ്പിന് 1/2 കപ്പ് അളവിന് പഞ്ചസാരയാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ഒരുപാട് പഞ്ചസാര ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ 1 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആ 1 കപ്പിലും ഞാൻ ഫുള്ളും ചേർത്തിട്ടില്ല, ഒരു 1/4 കപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്, അത് അവസാനം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് ഒന്നുകൂടി ലൂസായിട്ട് വരും. അപ്പോൾ ഈ നമ്മളെ റവയും പഞ്ചസാരയും കൂടെ ചേർന്ന് നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട്, ഇത് പെട്ടെന്ന് തന്നെ തിക്കായിക്കോളും. ഇനി നമുക്ക് ഒരു 1/4 ഗ്ലാസ്സിന് നമുക്ക് നെയ്യ് എടുത്തിട്ട് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ സ്പൂണായിട്ട് ചേർത്ത് ഇളക്കിയാലും മതി, അല്ല ഒരുപോലെ ഒന്നിച്ച് ചേർത്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ മാത്രം യൂസ് ചെയ്യുക. നമ്മുടെ ഈ ഫ്ലേവറുള്ള എണ്ണ നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒക്കെ ചേർത്താൽ ഒരിക്കലും അത് നമ്മൾ ചേർക്കാനേ പാടില്ല. കേസരിയിൽ സൺഫ്ലവർ ഓയിൽ മാത്രം ചേർക്കുക. ഇല്ല, സൺഫ്ലവർ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് യൂസ് ചെയ്യാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഫുള്ളും നമുക്ക് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് 1 കപ്പ് റവയ്ക്ക് ഒരു 1/2 കപ്പ് വരെ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലേ നല്ല ലൂസായിട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ 1/4 കപ്പ് നെയ്യ്, 1/4 കപ്പ് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ചേർത്താൽ നമുക്ക് ഒരുപാട് മത്ത് വരത്തില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന നട്ട്സ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പോൾ ഇതിൽ ബബിൾസ് വരുന്നുണ്ട്, അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഈ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിത് അണച്ചു കൊടുക്കാം. കണ്ട, ഇതുപോലെ ലൂസായിട്ട് വേണം നമ്മളുടെ ഈ കേസരി ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത് എത്ര സമയം ഇരുന്നാലും നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായി ഒന്നും
പോകത്തില്ല. ഇതിപ്പോൾ നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല അടിപൊളിയായിട്ടുള്ള കേസരിയാണ്. ഇതേ മെത്തേഡിൽ ചെയ്ത് നോക്കിയാൽ സൂപ്പറായിട്ട് വരും. 1 കപ്പ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം. ഇതേ മെഷർമെൻറ്റിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ ഇരിക്കും. ഒരു ചെറുതായിട്ടൊന്ന് ശകലം ഒന്ന് ടൈറ്റ് ആവത്തേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് ടൈറ്റ് ആവത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് തന്നെ റവ എപ്പോഴും കാണും. കുറച്ച് കേസരി കളർ മേടിച്ച് വെച്ചേക്കുക. അതങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഡെസേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ല നമുക്ക് കേസരി കളർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുങ്കുമപ്പൂ നമുക്ക് വെള്ളത്തിൽ ചാലിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ലൈറ്റായിട്ട് കുറച്ച് നട്ട്സും കുറച്ച് കുങ്കുമപ്പൂവും വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വളരെ അടിപൊളിയായിട്ടുള്ള കേസരിയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.